നമസ്കാരം. കർഷകർ രാഹുലുമായി കൈകോർക്കുമ്പോൾ നരേന്ദ്രമോദിയുടെ കസേരക്കടിയിൽ അതിന്റെ പ്രകമ്പനം പ്രകടമാവുമെന്ന കാര്യം തീർച്ചയായി. കർഷക പ്രക്ഷോഭത്തിന്റെ കൂടുതൽ തീക്ഷ്ണമായ നാളുകളെ അഭിമുഖീകരിക്കേണ്ടി വരും എന്ന നിലയാണ് മോദിയുടെ മുമ്പിലുള്ളത്. രാഹുൽ ഗാന്ധി പാർലമെന്റിൽ 7 കർഷക നേതാക്കളുടെ പ്രതിനിധി സംഘവുമായി നടത്തിയ കൂടിക്കാഴ്ച ഇതിലേക്ക് വെളിച്ചം വീശുന്നുണ്ട്. കർഷക നേതാക്കൾ തങ്ങളുടെ ദീർഘകാല ആവശ്യങ്ങൾ പരിഗണിച്ച് ഒരു സ്വകാര്യ ബിൽ അവതരിപ്പിക്കാൻ ഗാന്ധിയോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. സംയുക്ത കിസാൻ മോർച്ചയുടെ രാഷ്ട്രീയേതര വിഭാഗത്തിന്റെയും കിസാൻ മസ്ദൂർ മോർച്ചയുടെയും നേതാക്കൾ രാജ്യവ്യാപകമായി മോദി സർക്കാരിന്റെ കോലം കത്തിക്കാനും മിനിമം താങ്ങുവില ഗ്യാരണ്ടി നിയമവിധേയമാക്കണമെന്ന് ആവശ്യപ്പെട്ട് പുതിയ പ്രതിഷേധം ആരംഭിക്കാനും ഉദ്ദേശിക്കുന്നതായി പ്രഖ്യാപിച്ചു. ഈ പ്രതിഷേധത്തിൽ പ്രതിപക്ഷം നിർദ്ദേശിക്കുന്ന സ്വകാര്യ ബില്ലുകളെ പിന്തുണച്ചാവും ലോങ് മാർച്ച് സംഘടിപ്പിക്കപ്പെടുക. കൂടാതെ പ്രതിഷേധിക്കുന്ന കർഷകർ ഓഗസ്റ്റ് 15-ന് സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് രാജ്യത്തുടനീളം ട്രാക്ടർ റാലി നടത്തും. പുതിയ ക്രിമിനൽ നിയമങ്ങളുടെ പകർപ്പുകൾ കത്തിക്കാനും അവർ പദ്ധതിയിടുന്നുണ്ട്. കർഷകരുടെ ഡൽഹി ചലോ മാർച്ച് ഓഗസ്റ്റ് 31-ന് 200 ദിവസം പിന്നിടുന്നതിന്റെ ഭാഗമായി കർഷകരോട് ഖനൌരിയിൽ ഒത്തുകൂടാൻ അവർ ആവശ്യപ്പെട്ടു. സെപ്റ്റംബർ 1-ന് ഉത്തർപ്രദേശിലെ സംബാൽ ജില്ലയിൽ ഇരു സംഘടനകളും സംയുക്തമായി മെഗാ റാലി നടത്തുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഹരിയാനയിലെ ജിന്ദ് ജില്ലയിൽ സെപ്റ്റംബർ 15-നും പിപ്ലിയിൽ സെപ്റ്റംബർ 22-നും വമ്പിച്ച റാലികൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ഫെബ്രുവരിയിൽ കർഷകരുടെ പ്രതിഷേധത്തിന്റെ 2ാം തരംഗം വിളകൾക്ക് MSPയുടെ നിയമപരമായ ഗ്യാരണ്ടി ആവശ്യപ്പെട്ട് തുടങ്ങിയെങ്കിലും കർഷക സംഘടനകൾ ഡൽഹിയിലേക്ക് മാർച്ച് നടത്തുമെന്ന് പ്രഖ്യാപിച്ചതിന് മറുപടിയായി സംസ്ഥാന സർക്കാർ അംബാല ന്യൂഡൽഹി ദേശീയ പാതയിൽ ബാരിക്കേഡുകൾ സ്ഥാപിച്ച് അവരെ തടഞ്ഞു. ഇതിന്റെ ഫലമായി കർഷകരെ ദിവസങ്ങളോളം ഹരിയാന അതിർത്തിയിൽ തടഞ്ഞു വെച്ചിരുന്നു. പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ്, തെലങ്കാന, തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിൽ നിന്നുള്ള കർഷക നേതാക്കളുടെ പ്രതിനിധി സംഘമാണ് കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. യോഗത്തിന് തൊട്ടു പിന്നാലെ പാർലമെന്റ് സമുച്ചയത്തിന് പുറത്ത് മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്ത രാഹുൽ കർഷകർ തന്നെ കാണാൻ ആഗ്രഹിക്കുന്നതിന് കാരണം നിയമപരമായ ഗ്യാരണ്ടിയുള്ള വിളകൾക്ക് മിനിമം താങ്ങുവില എന്ന തങ്ങളുടെ ദീർഘകാല ആവശ്യം നരേന്ദ്രമോദി നിറവേറ്റാത്തതാണ് എന്ന് ആരോപിച്ചു. ഞങ്ങൾ ഫലപ്രദമായ ചർച്ച നടത്തി. കോൺഗ്രസ് പാർട്ടി MSPയെ നിയമപരമായ ഗ്യാരണ്ടിയോടെ പിന്തുണയ്ക്കുന്നു. ഞങ്ങൾ അത് ഞങ്ങളുടെ മാനിഫെസ്റ്റോയിൽ പോലും പരാമർശിച്ചിട്ടുണ്ട്. ഇന്ത്യ സഖ്യത്തിലെ ഞങ്ങളുടെ സഖ്യകക്ഷികളുമായി ഈ വിഷയം ചർച്ച ചെയ്യുകയും അവരെ ബോധ്യപ്പെടുത്തുകയും മോദി സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യും എന്ന് രാഹുൽ ഗാന്ധി മാധ്യമങ്ങളോട് പറഞ്ഞു. പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ്, തെലങ്കാന, തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിൽ നിന്നുള്ള 12 കർഷക നേതാക്കളും തങ്ങളുടെ സംസ്ഥാനങ്ങളിലെ കർഷകർ നേരിടുന്ന വെല്ലുവിളികൾ രാഹുലിനെ അറിയിച്ചു. എന്നാൽ കർഷകരെ പാർലമെന്റ് സമുച്ചയത്തിനുള്ളിൽ പ്രവേശിപ്പിക്കാൻ സർക്കാർ തയ്യാറായില്ല. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയ രാഹുൽ താൻ അവരെ കാണാൻ തടഞ്ഞിടത്തേക്ക് ചെല്ലുമെന്ന് പറഞ്ഞത് കേന്ദ്ര സർക്കാരിനെ ഞെട്ടിച്ചു. ഞങ്ങൾ ക്ഷണിച്ചിട്ടാണ് അവർ വന്നത്, പക്ഷേ അവരെ പാർലമെന്റിനുള്ളിൽ കടക്കാൻ സർക്കാർ അനുവദിക്കുന്നില്ല. അവർ കർഷകരാണ്, അതുകൊണ്ടായിരിക്കാം സർക്കാർ ഇപ്രകാരം പെരുമാറുന്നതെന്നും രാഹുൽ ഗാന്ധി തിരിച്ചടിച്ചു. എന്നാൽ പ്രകോപന ശ്രമം എന്ന പേരിൽ യോഗം തള്ളിക്കളയാനാണ് സർക്കാർ ആദ്യം തയ്യാറായത്. രാഹുൽ വിഷയം ഏറ്റുപിടിച്ചതോടെ കർഷക പ്രതിനിധികളെ കടത്തിവിടാൻ അധികൃതർ വഴങ്ങി. MSP നിയമം പരിഷ്കരിക്കുന്നതിനും നിയമപരമായ പിന്തുണ ഉറപ്പാക്കുന്നതിനുമുള്ള സ്വകാര്യ ബിൽ അവതരിപ്പിക്കണമെന്ന കർഷകരുടെ അഭ്യർത്ഥന രാഹുൽ ഗാന്ധി സ്വീകരിച്ചു. ഈ ആവശ്യങ്ങൾ 2020 മുതൽ അവരുടെ പ്രതിഷേധത്തിന്റെ കേന്ദ്രമാണ്. കർഷകരുടെ കടം എഴുതിത്തള്ളണമെന്നും വൈദ്യുതി നിരക്ക് മരവിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് ഈ വർഷം ഫെബ്രുവരിയിലാണ് ഡൽഹി ചലോ 2.0 എന്ന പേരിൽ കർഷക പ്രതിഷേധത്തിന്റെ 2ാം തരംഗം പൊട്ടിപ്പുറപ്പെട്ടത്. പ്രധാന സംസ്ഥാനങ്ങളിൽ BJPക്ക് സീറ്റ് നഷ്ടപ്പെട്ട പൊതു തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുമ്പാണ് ഈ പ്രതിഷേധങ്ങൾ നടന്നത്. ഒക്ടോബറിൽ കൂടുതൽ സംസ്ഥാനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ കർഷക സമരം ഏതെങ്കിലും വിധത്തിൽ ഒത്തുതീർക്കാനായില്ലെങ്കിൽ സംസ്ഥാന നിയമസഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളിലും BJPക്ക് പരാജയം രുചിക്കേണ്ടി വരും. ഇത് വൈകാതെ പ്രധാനമന്ത്രി കസേരയെയും ബാധിക്കുമെന്ന ചിന്തയാണ് ഇപ്പോൾ മോദിയെയും കൂട്ടരെയും അലട്ടുന്നത്.